ഈ നന്ദിയെ കണ്ടോ നിങ്ങൾ? നന്ദി രൂപം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നന്ദി രൂപമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങൾ കഴിയുന്തോറും ഇത് വലുതായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനുള്ള എക്സാമ്പിളാണ് ഇത് കണ്ടോ, ഈ തൂണൊക്കെ പൊളിഞ്ഞ് ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ ആൾക്കാർ ഒരു മിത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. അത് ശിവന്റെ പ്രതിരൂപമാണല്ലോ ഈ നന്ദി എന്ന് പറയുന്നത്. ഇത് വർഷം തോറും വലുതായി ഒരുപാട് വലുതായി കഴിഞ്ഞിട്ട് ഇത് പ്രത്യക്ഷപ്പെടും, എന്നിട്ട് കലിയുഗം അവസാനിക്കും എന്നൊക്കെയാണ് ഇവിടെ മിത്തുപരമായിട്ട് പറയുന്നത്. ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. എന്താണ് ആ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ വന്നിട്ട് ഈ കല്ല് പരിശോധിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇത്രയും വലിയൊരു നന്ദിയുടെ ശില്പം നമുക്ക് കേരളത്തിലൊന്നും കാണാൻ പറ്റത്തില്ല. അതാ ഇത് പറയുന്നതൊക്കെ ശരിയാണ്, ഇത് വലുതാവുന്നുണ്ട്. അപ്പം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ വന്ന് ഇത് പരിശോധിച്ചപ്പം ഈ കല്ലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, 20 വർഷം കൂടുമ്പോൾ ഈ കല്ല് 10 മില്ലിമീറ്റർ വലുതാകും. അങ്ങനെ പ്രത്യേകതയുള്ള ഒരു കല്ലാണ്. ആ കല്ല് കൊണ്ടാണ് ഈ നന്ദിയെ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ നന്ദി വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഇത് 20 വർഷം കൂടുമ്പോൾ 10 മില്ലിമീറ്റർ വെച്ച് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു നന്ദിയുടെ രൂപമാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്.